രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. നവരാത്രി കാലത്ത് ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണല്ലോ ദസറ. മൈസൂർ ദസറ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമാണ്. ദസറ ആ വാക്ക് തന്നെ നമുക്ക് ആ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ അർത്ഥത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. വളരെ അന്വർത്ഥമായ വേർഡാണ് ദസ് ഹര. ദസ് എന്ന് പറഞ്ഞാൽ 10, ഹര പറഞ്ഞാൽ ഇല്ലാതാക്കുക, 10നെ ഇല്ലാതാക്കുക. അപ്പോൾ 10നെ ഇല്ലാതാക്കുന്ന ഉത്സവമാണ്. അപ്പം അതുകൊണ്ടാണ് ദസറ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 തലകളോടുകൂടിയ രാവണൻ്റെ ചെറുതും വലുതുമായ വലിയ കോലങ്ങളുണ്ടാക്കി കത്തിക്കുകയാണ്. 10നെ കത്തിച്ച് കളയാൻ, രാവണനെ കത്തിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടേ ആ രാവണൻ്റെ തലകളെന്ന് പറഞ്ഞാൽ 10 തലകൾ എന്താണ്, എന്തിനെയാണ് കത്തിക്കണേ? രാവണൻ്റെ കോല എല്ലാ വർഷവും നമ്മൾ കത്തിക്കും. പക്ഷെ ആ രാവണത്വ സ്വഭാവങ്ങൾ 10 തല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ 10 ഭാവങ്ങളാണ്, ഭാവഭേദങ്ങളാണ്. അത് കത്തിക്കാൻ കാരണം സാധാരണ ആരുടെയാണ് കോലം ഉണ്ടാക്കി കത്തിക്കുക? ആരോട് നമുക്ക് ശത്രുതയുണ്ടോ അവരുടെയാണ് കോലം കത്തിക്കുക. അപ്പം രാവണൻ്റെ കോലം ഉണ്ടാക്കി കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? രാവണത്വ സ്വഭാവങ്ങൾ, അസുര സ്വഭാവങ്ങളാണ് മാനവരാശിയുടെ ഏറ്റവും വലിയ ശത്രു. അപ്പം കത്തിച്ച് കളയേണ്ട തലകളേതാണ്? കത്തിക്കേണ്ട കോലം രാവണ സ്വഭാവങ്ങളുടെയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ രാവണ സ്വഭാവങ്ങളില്ലേ? ക്രോധിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാ, തല എങ്ങനെയാ? അഹങ്കാരം വരുമ്പോൾ, അസൂയ വരുമ്പോൾ, വിഷാദം വരുമ്പോൾ, വെറുപ്പ് വരുമ്പോൾ, അല്ലേ, ഭയം ഉണ്ടാകുമ്പോൾ, ആലസ്യം ഉണ്ടാകുമ്പോൾ, അശ്രദ്ധ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഇവയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് സ്വഭാവങ്ങൾ, പ്രത്യേകിച്ചും തമോ ഗുണി സ്വഭാവ സംസ്കാരങ്ങൾ, കാമവും ക്രോധവും ലോഭവും മോഹവും അഹങ്കാരവും അസൂയയും വെറുപ്പും വിദ്വേഷവും പകരം വീട്ടുന്ന സ്വഭാവം, ഈ വൈരാഗ്യവും വെറുപ്പുമെല്ലാം ശരിക്കും പറഞ്ഞാൽ തമോ ഗുണി സ്വഭാവങ്ങളെന്ന് ഗീതയിൽ വർണ്ണിക്കുന്ന ഈ സ്വഭാവങ്ങളെയാണ് ഓരോ തലകളായിട്ട് കാണിക്കണം. തലയിൽ നിന്ന്, അതായത് നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ ഈ സ്വഭാവം വരുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഈ സ്വഭാവങ്ങൾ, നെഗറ്റീവ് സ്വഭാവം വരുമ്പോൾ വ്യക്തി അസുരനായിട്ട് മാറുക. അല്ലാതെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട അസുരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗമല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ തന്നെ ജാതകമൊക്കെ നോക്കുമ്പോൾ പറയില്ലേ, ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നമ്മളെ ഗണിക്കപ്പെടുന്നത് ദൈവികമായ ഗുണങ്ങൾ, ഡിവൈൻ ക്വാളിറ്റീസ്, മൂല്യങ്ങൾ, ഗുണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ, ദൈവികമായ ഗുണങ്ങളാൽ സമ്പന്നമാണെങ്കിൽ ദേവഗണമാണ്. ദൈവിക ഗുണം കുറച്ച് മാനുഷിക സ്വഭാവങ്ങൾ, മാനുഷിക മൂല്യങ്ങളുണ്ടെങ്കിൽ മനുഷ്യഗണത്തിലെന്ന് പറയും. രജോ ഗുണി സ്വഭാവം, സദോ ഗുണിയാണ് ദേവഗണം, രജോ അവസ്ഥയും മനുഷ്യഗണം, നല്ലതും കെട്ടതും മിക്സിങ്. തമോ ഗുണി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇരുട്ട് നിറഞ്ഞ സ്വഭാവം, നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്നത്, തമസ്, ഇരുട്ട്, ആ അഴുക്ക് സ്വഭാവങ്ങൾ, അതിനെയാണ് അസുരഗണം എന്ന് പറയണത്. അപ്പം ആ അസുരീയ സ്വഭാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അസുരഗണത്തില്ല. അപ്പം രാവണൻ അസുരനാണ്, അർത്ഥം എന്താണ്? അസുര സ്വഭാവങ്ങളുള്ളവർ. അപ്പോൾ ആസുരീയ സ്വഭാവങ്ങളെ ആണ് യഥാർത്ഥത്തിൽ നമുക്ക് കത്തിച്ച് കളയേണ്ടത്. ഇപ്പം എല്ലാ വർഷവും നമ്മൾ നവരാത്രി ആഘോഷിക്കും, ദസറ ആഘോഷിക്കും. ദസറയ്ക്ക് എല്ലാ വർഷവും കോലങ്ങൾ, രാവണൻ്റെ വലിയ വലിയ കോലം ഇപ്പോൾ ഉണ്ടാക്കണം. പണ്ടത്തേക്കാളും വലിയ വലിയ രാവണനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കത്തിക്കണം, അല്ലേ? രാവണൻ്റെ കോലം വലുതായിക്കൊണ്ടിരിക്കുന്നതാണ് കാണണേ. അപ്പം കഴിഞ്ഞ വർഷം കത്തിച്ചു, അല്ലെങ്കിൽ വർഷാവർഷങ്ങളായിട്ട് കത്തിക്കണം. അപ്പോൾ രാവണൻ കത്തിപ്പോകേണ്ടതല്ലേ? പിന്നെന്തിനാ നമ്മളിപ്പോഴും കത്തിക്കണേ? അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്?
രാവണൻ നമ്മുടെ ഉള്ളിൽ നിന്ന് രാവണ സ്വഭാവങ്ങൾ ഇതുവരെയും ഇല്ലാതായിട്ടില്ല. രാവണ സ്വഭാവത്തിൻ്റെ മേലെ നമ്മൾ വിജയം നേടിയിട്ടില്ല. വിജയദശമിയാണ്. 10ൻ്റെ മേലെ വിജയം നേടണം. ഈ ദുർവികാരങ്ങളുടെ മേലെ വിജയം നേടിയാൽ മാത്രമേ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും കോലം കത്തിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഈ ദുർവികാരങ്ങൾക്ക് കൂടുകയാണ്, ഇപ്പോൾ കുറയല്ല. അതുകൊണ്ടാണ് രാവണൻ്റെ വലിപ്പം കൂടി വരുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പിലുള്ള കാലഘട്ടത്തിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ. ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ദേഷ്യം, ഇത്രയധികം വെറുപ്പ്, സ്വന്തം രക്തബന്ധങ്ങളോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, അച്ഛന് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ നോക്കിയാൽ ഈ അസുര സ്വഭാവങ്ങൾ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയെല്ലാം കൂടി വരുന്നതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാവണൻ വളരുകയോ ചെയ്യണേ, കത്തിപ്പോയിട്ടില്ല. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് രാവണനെ കത്തിക്കണം. പുറത്ത് കോലം ഉണ്ടാക്കി കത്തിച്ചത് കൊണ്ടായില്ല. എന്ത് ചെയ്യണം? അകത്ത് കിടക്കുകയാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ലോകത്തിലെ കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സാണ് മലിനമായിരിക്കണം. ആ മലിനമായ മനോരാജ്യത്തിൽ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന അസുര സ്വഭാവങ്ങളെ കത്തിച്ച് കളയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വദർശനം നടത്തണം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ആത്മദർശനം നടത്തണം. അതിന് നമ്മുടെ അകക്കണ്ണ് തുറക്കണം. ആ 3-ാം കണ്ണിൻ്റെ, അകക്കണ്ണിൻ്റെ ആത്മജ്ഞാനം നമുക്ക് വേണം. അതിനാണ് സത്സംഗത്തിൻ്റെ ആവശ്യം, ആധ്യാത്മികതയുടെ ആവശ്യം. സ്പിരിച്വൽ സ്റ്റഡി വേണം. എന്നെല്ലാവരും പറയില്ലേ, മൂല്യങ്ങളുള്ളവരായി മാറണം. പക്ഷെ ആത്മീയതയൊന്നും നമുക്ക് വേണ്ട. മൂല്യങ്ങൾ എവിടെ കിടക്കണേ? ആത്മാവിൻ്റെ ഗുണങ്ങളാണ് മൂല്യങ്ങൾ. മനക്കരുത്ത് വേണം, പക്ഷെ സ്പിരിച്വാലിറ്റി ഒന്നും വേണ്ട. സ്പിരിറ്റിൽ കിടക്കുകയാണ് പവർ. സ്പിരിച്വൽ പവർ എന്നല്ലേ പറയണേ. ആത്മാവിലാണ് ശക്തികൾ കിടക്കണേ. ആത്മാവെന്ന് പറഞ്ഞാലേ മൂല്യങ്ങളാണ്. അപ്പം ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാതെ, പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാതെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാതെ, ജീവിക്കുന്ന ഈ നാടകശാലയെക്കുറിച്ചുള്ള അറിവില്ലാതെ നമുക്ക് എങ്ങനെ ഗുണവാനും ശക്തിശാലിയായിട്ട് മാറാൻ കഴിയും? ഗുണം വേണം, ശക്തി വേണം. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉറവിടം ഞാനാണ്, ആത്മാവാണ്. എല്ലാ ഗുണങ്ങളുടെയും അനന്തമായ സ്രോതസ്സ് പരമാത്മാവാണ്. ആ പരമാത്മാവുമായി കണക്ഷൻ വയ്ക്കാതെ നമുക്ക് ആ കറണ്ട് എങ്ങനെ എടുക്കാൻ പറ്റുക? സ്പിരിച്വാലിറ്റി ഇല്ലാതെ നമുക്ക് എങ്ങനെ മൂല്യവാനായിട്ട് മാറാൻ പറ്റും? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാലേ മൂല്യവാനായി ജീവിക്കുക, മൂല്യമുള്ള ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ, നന്മകളെ തിരിച്ചറിഞ്ഞിട്ട് ഗുണവാനായി മാറുക എന്നുള്ളതാണ് വ്യക്തി സ്പിരിച്വൽ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. നമ്മൾ അമ്പലത്തിൽ പോയോ ഇല്ലയോ, ആശ്രമത്തിൽ പോയോ ഇല്ലയോ, അല്ലെങ്കിൽ 10 ആശ്രമത്തിൽ പോകുന്നുണ്ട്, ഞാൻ ഡെയിലി 10 അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും വഴിപാട് നടത്തി, പക്ഷെ നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നില്ലെങ്കിൽ നമ്മളെ സ്പിരിച്വൽ എന്നൊരിക്കലും പറയില്ല. സ്വഭാവങ്ങൾ, രാവണ സ്വഭാവങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം സ്പിരിച്വൽ എന്ന് നമ്മളെ പറയാൻ പറ്റില്ല. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ സ്പിരിറ്റിലുള്ളത്, സ്പിരിറ്റെന്ന്, ആത്മാവെന്ന് പറഞ്ഞാൽ ഊർജമാണ്, ഒരു പോയിൻ്റ് ഓഫ് എനർജി. ആത്മാവെന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിലുള്ള വെളിച്ചം, പ്രകാശം എന്ന് പറയുന്നത് ഗുണങ്ങളുടെയാണ്, ശക്തികളുടെയാണ്. അപ്പം അതുകൊണ്ട് രാവണത്വ സ്വഭാവം കത്തിപ്പോകുമ്പോഴാണ്, അസുര സ്വഭാവങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മൂല്യങ്ങളുടെ, നന്മകളുടെ, സ്പിരിച്വൽ പവർ, നമ്മുടെ സ്പിരിറ്റിലുള്ള വെർച്യൂസ്, വാല്യൂസ്, അതിൻ്റെ പ്രകാശം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആ പ്രകാശം നമ്മുടെ കണ്ണിലും കാതിലും നാവിലും എല്ലാം ഉണ്ടാവും. വാക്കുകളിലും ആ നന്മയുണ്ടാവും, പ്രവൃത്തിയിലും ഉണ്ടാവും. ഓരോ കർമ്മങ്ങളിലും ആ ഗുണങ്ങളും ശക്തികളും വ്യക്തിയിൽ കാണപ്പെടാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൾ വിജയിച്ച ആളാണ്, വിജയദശമി. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയം ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഈ 10നെ ജയിച്ചാൽ മാത്രമേ. അതുകൊണ്ടാണ് പണ്ടേ പറയില്ലേ, മനസ്സിനെ ജയിച്ചാൽ ജീവിതത്തെ ജയിച്ചു. മനസ്സിനെ ജയിച്ച അർത്ഥം, മനസ്സിൻ്റെ ഉള്ളിൽ ആരെയപ്പം കടന്നുകൂടിയിരിക്കുന്ന ഈ രാവണ സ്വഭാവങ്ങളാണ്. ഇതുവരെ നമ്മൾ മദ്യപാനിയും അതേപോലെ അഴുക്ക് സ്വഭാവങ്ങളും അസൂയയും വെറുപ്പും കൊണ്ട് നടക്കണോ? നമ്മൾ രാവണക്കോലങ്ങളാണ്. ആ കോലങ്ങളെയാണ് കത്തിക്കേണ്ടത്. രാവണൻ എപ്പോഴും എന്താ ചെയ്യണേ? അസുരപ്രവൃത്തിയേ ചെയ്യുള്ളൂ. രാവണന് രാജ്യമുണ്ട്, സമ്പത്തുമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. പക്ഷേ അന്യ സ്ത്രീയെ കാണുമ്പോൾ, സൗന്ദര്യം ഉള്ളൊരു സ്ത്രീയെ കാണുമ്പോൾ അവർക്ക് ഹസ്ബൻഡുള്ള, എന്നിട്ടും സീതയെ കണ്ടിട്ട് പിന്നാലെ പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഇതേതോ കാലത്ത് നടന്ന കാര്യമില്ല, ഇപ്പം നമുക്കിടയിൽ കാണുന്നതല്ലേ. കുടുംബമുണ്ട്, സമ്പത്തും ഉണ്ട്, പൊസിഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും പരസ്ത്രീകളെ കാണുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും പരസ്ത്രീകളോടുള്ള ആകർഷണം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ കാണുന്നത് തന്നെയല്ലേ. ഇപ്പം രാവണന്മാർ വേറെ എവിടെയല്ലല്ലോ. രാവണൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം നമ്മുടെ കൂടെ തന്നെയില്ലേ. കുംഭകർണൻ ആരാണ്? 6 മാസം ഉറങ്ങും, 6 മാസം ഉണർന്നിരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ആലസ്യത്തിൽപ്പെട്ട് കിടന്നുറങ്ങണം. അലസത, അശ്രദ്ധ, അതാണ് നിദ്ര. അജ്ഞാന നിദ്രയിൽ വിവേകശൂന്യരായിട്ട് കിടന്നുറങ്ങി തൻ്റെ ജീവിതം വെറുതെ കഴിച്ചും കുടിച്ചും ഉണ്ടും ഉറങ്ങിയും പാഴാക്കിക്കൊണ്ടിരിക്കുക. അതിനെയാണ് കുംഭകർണ സ്വഭാവം എന്ന് പറയുന്നത്. അതും അവിടെ തന്നെയുണ്ട്. മിക്ക വീടുകളിലും നോക്കിക്കോളൂ, നമുക്ക് ഈ രാവണ സ്വഭാവവും കുംഭകർണ സ്വഭാവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കാണാം. ഇനി അവരുടെ പെങ്ങളാരാ? ശൂർപ്പണഖ. ശൂർപ്പണഖ എന്താ ചെയ്തത്? രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പിന്നാലെ, വിവാഹിതരാണ്, ഭാര്യമാർ കൂടെയുണ്ട്, എന്നിട്ടും അവരുടെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടുംബത്തിൽ ഇരുന്നിട്ടും ഭാര്യ, ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടായിട്ടും പരപുരുഷനെ തേടി പോകുന്ന ശൂർപ്പണഖമാർ, അത് നമ്മുടെ സമൂഹത്തിൽ തന്നെയില്ലേ, നമ്മുടെ ഇടയിൽ തന്നെയില്ലേ. അപ്പോൾ ഈ സ്വഭാവങ്ങൾ, ശൂർപ്പണഖ സ്വഭാവം ആസുരീയ മനോവൃത്തിയിലാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. മനോവൃത്തിയിൽ, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരണം. മനോവൃത്തിയിൽ, മനോവികാരങ്ങളിൽ ആണ് ചേഞ്ച് വരേണ്ടത്. ആ പരിവർത്തനം സംഭവിക്കുമ്പോൾ മാത്രമേ രാവണക്കോലം കത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ പുറമേ കോലം കത്തിക്കുക മാത്രമേ ചെയ്യണേ, യഥാർത്ഥത്തിൽ കത്തിക്കേണ്ടത് ഉള്ളിലാണ്. ഉള്ളിലെങ്ങനെ കത്തുക? ഉള്ളിലെങ്ങനെ കത്തിക്കുക? നമ്മുടെ ആന്തരിക ലോകത്തിൽ കത്തിക്കണമെങ്കിൽ അതിന് ജ്ഞാന യോഗ അഗ്നി വേണം. ജ്ഞാനം അഗ്നിയുടെ ജോലി ചെയ്യുക, അറിവ്, തിരിച്ചറിവ്. അതിനാണ് സത്സംഗം. സത്സംഗത്തിലിരിക്കുമ്പോൾ കണ്ണാടി പോലെ നമുക്ക് നമ്മളെ കാണാൻ കഴിയും. സാധാരണ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമേ നോക്കുള്ളൂ, പറയുള്ളൂ, വർണ്ണിക്കുള്ളൂ. അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവർ കാമ്യാണ്, ഇവർ ക്രോധിയാണ്, ഇവർ അഹങ്കാരിയാണ്, അസൂയാലുമാണ്. മറ്റുള്ളവരുടെ കുറവ് കാണും. പക്ഷെ നമുക്ക് നമ്മുടെ കുറവുകളെ തിരിച്ചറിയാൻ കണ്ണാടി നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം, തിരിച്ചു വയ്ക്കണം. അതിനെയാണ് സുദർശനം എന്ന് പറയണേ, ആത്മദർശനം എന്ന് പറയണേ. ആ ആത്മജ്ഞാനമാണ് സത്സംഗത്തിൽ നമുക്ക് നിത്യേന ലഭിക്കുന്നത്. അതുതന്നെയാണ് ടോട്ടൽ ഗീതാജ്ഞാനത്തിൻ്റെ സാരം. നമുക്ക് നമ്മളെ നോക്കാൻ, നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ കർമ്മപദ്ധതിയെയും അവലോകനം ചെയ്യാനും പരിവർത്തനപ്പെടുത്താനും ചേഞ്ച്, ചെക്ക് ആൻഡ് ചേഞ്ച്, അതിന് നമ്മളെ സഹായിക്കണം. സ്വയം പരിശോധിക്കാനും സ്വയം തിരുത്തപ്പെടാനും നമുക്ക് തന്നെ നമ്മളെ തിരുത്താൻ സഹായിക്കുന്ന അറിവ്, ആ തിരിച്ചറിവാണ് ആത്മജ്ഞാനം. അതാണ് സ്പിരിച്വൽ അവയർനെസ്. അതിൻ്റെ ആവശ്യകതയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതിലൂടെ മാത്രമേ നമുക്കൊരു തിരുത്തൽ കൊണ്ടുവരാൻ കഴിയൂ. ഈ ദസറ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, 10നെ കത്തിച്ച് കളഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ ദസറയ്ക്ക് ശേഷം എന്താ ചെയ്യുക? എല്ലാവരും ചേർന്ന് ആനന്ദ നൃത്തമാണ്, ഗർബ ഡാൻസാണ്. നോർത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും വീടിന് പുറത്തേക്ക് കുടുംബസമേതം വലിയ വലിയ മൈതാനങ്ങളിൽ എല്ലാവരും ചേർന്ന് നൃത്തമാടും രാവണൻ്റെ കോലം കത്തിച്ചതിന് ശേഷം. അവിടെ ഡാൻസ് പഠിച്ചവർ മാത്രമല്ല ഡാൻസ് കളിക്കണം, എല്ലാവരും ചേർന്ന് ആനന്ദ നൃത്തമാണ്, സന്തോഷ നൃത്തം. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ രാവണ സ്വഭാവങ്ങൾ പോയാൽ തന്നെ, നമ്മുടെ ദുശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുർവികാരങ്ങൾ, ഇതിനെ നമ്മൾ ജയിച്ചാൽ തന്നെ നമുക്കപ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പറ്റണം. തൃപ്തിയുള്ളൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയണം. ഞാൻ ജീവിക്കുകയാണെന്നൊരു ഫീലിംഗ് നമുക്കപ്പോൾ ഉണ്ടാവും, ജീവിതത്തിൻ്റെ ഫീലിംഗ്, ആ ലൈവ്ലിനെസ് നമുക്കുണ്ടാവും. സന്തോഷിക്കാൻ പറ്റും, സമാധാനമായിട്ടിരിക്കാൻ പറ്റും. പരിശുദ്ധമാകുമ്പോൾ ജീവിതത്തിൽ ആ നിർമ്മലത, അഴുക്കും കറയെല്ലാം പോയി കളയും. ആ അഴുക്കും കറയും പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിൻ്റെ അഗ്നി, ആ സന്തോഷ നൃത്തമാണ് നമ്മൾ ഗർഭ ഡാൻസായിട്ട് കാണണം. അപ്പോൾ ആ ആനന്ദ നൃത്തം എവിടെ നിന്ന് വരേണ്ടതാണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഉള്ളുകൊണ്ട് നമുക്ക് നൃത്തം ചെയ്യാൻ, സന്തോഷ നൃത്തം ചെയ്യാൻ പറ്റണമെങ്കിൽ ഉള്ളിൽ നിന്ന് അഴുക്ക് പോകണം. അല്ലെങ്കിൽ നമുക്ക് പുറമേ ചിരിക്കാൻ പറ്റും, പക്ഷെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ചിരി വരില്ല, സന്തോഷം വരില്ല. ഉള്ളിൽ നിന്നുള്ള ആ സന്തോഷമാണ് നൃത്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വർഷം നമ്മൾ ഈ നവരാത്രി വേളയിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആ രാവണത്തലകൾ നമ്മുടെ ഉള്ളിൽ ഏതാ കിടക്കണേ,
അത് സ്ത്രീയിലും പുരുഷനിലും 5 ദുർവികാരങ്ങളെ ചേർത്താണ് 10 തല ആയിട്ട് പറയുന്നത്. ആ 10 തലകളിൽ ഏതെങ്കിലും നമ്മളിലുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അത് സ്ത്രീയിലാണെങ്കിലും പുരുഷനാണെങ്കിലും രാവണത്വ സ്വഭാവം തന്നെയാണ്. അതല്ലാതെ രാവണൻ എന്ന് പറയുന്നത് കൊണ്ട് പുരുഷന്മാർ മാത്രമാണ് രാവണൻ, അങ്ങനെ വിചാരിക്കരുത്. അത് സ്ത്രീകളിലാണ് ആ ദുർവികാരങ്ങൾ ഉള്ളതെങ്കിൽ അഹങ്കാരവും അസൂയയും വെറുപ്പിൻ്റെയും തലകളോടുകൂടി സ്വഭാവങ്ങളോടുകൂടി പെരുമാറുമ്പോൾ നമ്മൾ രാവണ സ്വഭാവക്കാരാണ്. അപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേക്കും തിരിഞ്ഞു നോക്കണം. അത് നിത്യേന ഈ നവരാത്രിക്ക് നമ്മളെല്ലാവരും ഒരു നല്ലൊരു ജീവിത ശൈലി ആരംഭിക്കുക. ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയിലെത്തിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ശാന്തമായി കിടക്കയിലിരുന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. രാവിലെ മുതൽ വൈകുന്നവരെ ഞാൻ എന്താ ചെയ്തത്? ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാർട്ടൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ തന്നെ നമ്മുടെ സ്വപരിശോധന ഒരു 5 മിനിറ്റ് ഭഗവാനെ സാക്ഷിയാക്കി നിർത്തി നമ്മൾ നമ്മളിലേക്ക് നോക്കുക. രാവിലെ മുതൽ വൈകുന്നവരെ ഞാൻ എന്താ ചെയ്തത്? ഏതൊക്കെ തലകളാണ് പുറത്തു വന്നേ? ഏതെങ്കിലും രാവണത്തലകൾ പുറത്തു വന്നോ? രാവണ സ്വഭാവം ഞാൻ ആരോടെങ്കിലും കാണിച്ചോ? ഏതെങ്കിലും രാവണ സ്വഭാവം കൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഏതെങ്കിലും ബന്ധങ്ങൾ കേടുവരുത്തിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചോ? നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുന്നു ഏത് രാവണത്തലയാണ് പുറത്ത് വന്നത്, ഏത് രാവണ സ്വഭാവം നമ്മൾ കാണിച്ചേ. നമ്മൾ റിയലൈസ് ചെയ്യുക, യെസ്, ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ സ്വഭാവം, ഈ കോലം കിടക്കുകയാണ്. ഈ രാവണത്തല കത്തിച്ച് കളഞ്ഞാലേ എനിക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും സമയം ഈ ദുസ്വഭാവം പുറത്ത് വന്നിട്ട്, അത് ക്രോധമാകട്ടെ, അഹങ്കാരമാകട്ടെ, ആർത്തി ആയിക്കോട്ടെ, ഈ സ്വഭാവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിയലൈസ് ചെയ്യാം. തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തി വേണം. അതിന് സർവശക്തിവാനെ ഓർമ്മിക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പഠിക്കണം. കാരണം ഈശ്വരീയ ശക്തി നമ്മുടെ ആന്തരികമായ ശക്തികളെ ഉണർത്താൻ സഹായിക്കും, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ നമുക്കൊരു കരുത്ത് നൽകും, നമ്മുടെ ഇന്നർ പവർ ഇൻക്രീസ് ആകും. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, യെസ് ഐ ക്യാൻ, എനിക്ക് വിജയിക്കാൻ കഴിയും. കാരണം ഈ അഴുക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഇതിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ശത്രുവൊന്നും നമ്മുടെ വെളിയിലല്ല, ശത്രുവെല്ലാം നമ്മുടെ തന്നെ ദുർബലതകളാണ് നമ്മുടെ ശത്രു. അതിനെ ജയിക്കാൻ കഴിയുക, രാവണനെ ജയിക്കുക, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളെ ജയിക്കുക. രാവണനെ ജയിച്ചാൽ പിന്നാരെ ബാക്കി എന്താ ഉള്ളത്? വിജയം. രാവണനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ, രാവണൻ്റെ മേൽ വിജയം നേടിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യം എന്തായി? രാമരാജ്യമായി മാറുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയാറുണ്ടല്ലോ, വിജയദശമി തന്നെയാണ് രാമനവമി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നമുക്ക് ഈ രാവണ സ്വഭാവങ്ങളുടെ മേലെ വിജയം നേടിക്കഴിഞ്ഞാൽ രാമസമ്പ്രദായം ആരംഭിക്കുകയാണ്. രാമസമ്പ്രദായ അർത്ഥം, രാമൻ മീൻസ് ഈശ്വരൻ. ഒന്ന് ശ്രീരാമചന്ദ്രൻ, ത്രേതായുഗത്തിലെ മഹാരാജാവ്, അത് ശ്രീരാമൻ. രാം എന്നുള്ള ശബ്ദം ഈശ്വരനെ കുറിക്കാനും പറയുന്നുണ്ട്. പരമാത്മാവാകുന്ന രാമൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. കാരണം ആത്മസ്വരൂപത്തിൽ ആത്മാവ് പരമാത്മ സന്താനാണ്. അപ്പോൾ പരമാത്മ രാമൻ്റെ മക്കളായ നമ്മളിലും രാമസ്വഭാവാർത്ഥ ഈശ്വരീയ ഗുണങ്ങൾ, ഈശ്വരീയ ശക്തികളോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നതിനാണ് രാമസമ്പ്രദായം എന്ന് പറയുന്നത്. നന്മകൾ നിറഞ്ഞ ജീവിതം, അതാണ് രാമരാജ്യം. എല്ലാവരിലും ആ നന്മകളുണ്ട്. അർത്ഥം എന്താണ്? ഭഗവാന്റെ മക്കളിൽ ആയ നമ്മളെല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വരീയ ഗുണങ്ങളും സ്നേഹവും പരസ്പര വിശ്വാസവും ശുദ്ധിയും ശക്തിയും, നല്ല തിരിച്ചറിയാനും നല്ല തീരുമാനം എടുക്കാനും നല്ലത് ചൂസ് ചെയ്യാനും ഉള്ള നമ്മുടെ ആ കഴിവാണ് ശരിക്കും രാമസമ്പ്രദായം. അപ്പോൾ ആ ഗുണങ്ങളും ശക്തികളോടും കൂടിയിട്ട് നമ്മൾ ജീവിതം ജീവിക്കുമ്പോൾ എന്താവും? എല്ലാ കുടുംബങ്ങളും സ്വർഗം പോലെയായിട്ട് മാറും. എല്ലാ വീടുകളിലും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ആ സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിത ശൈലിയെ പറയുന്ന പേരാണ് രാമരാജ്യം. അങ്ങനെ ഒരു സൊസൈറ്റി തയ്യാറാക്കുക. അതുകൊണ്ടാണ് നവരാത്രിയുടെ ഐതിഹ്യം തന്നെ എത്ര അർത്ഥവത്തായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, മധു, കൈടവൻ അല്ലെങ്കിൽ അസുരന്മാരെയെല്ലാം നിഗ്രഹിച്ചതിന് ശേഷം ആദിശക്തിയിലൂടെ, ആദികന്യകയിലൂടെ അസുര നിഗ്രഹം നടത്തിയതിന് ശേഷം ദേവലോകം വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്.
പിന്നീട് എല്ലാവരും ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ രാവണക്കോലങ്ങളെല്ലാം കത്തിപ്പോയ, രാവണ സ്വഭാവം എല്ലാം പോയ പിന്നെ എന്തായി? നമ്മുടെ ഉള്ളിൽ നന്മകൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നന്മയുണ്ട് അർത്ഥം നമ്മുടെ കുടുംബം എന്താവും? ദേവലോകമായി. ദേവലോകം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവിക ഗുണങ്ങളുള്ളവർ. എവിടെ സുഖമുണ്ടോ, സന്തോഷമുണ്ടോ, ശുദ്ധിയുണ്ടോ, സ്നേഹമുണ്ടോ, സമാധാനമുണ്ടോ, ശാന്തതയുണ്ടോ, ആ മനസ്സ്, ആ വീടുകൾ എന്തായിട്ട് മാറി? സ്വർഗമായിട്ട് മാറി. അപ്പം എല്ലാവരുടെയും വീട് ദേവലോകമാണ്. അങ്ങനെ വീടുകളാകുമ്പോൾ ആ സൊസൈറ്റിയുടെ പേര്, ആ സമൂഹത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ, ആ ലോകത്തിൻ്റെ പേരാണ് ഇത് ദേവലോകം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ നാട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതഭൂമി, ആ ദൈവികമായ ഗുണങ്ങളുള്ള ഒരു സംസ്കൃതിയായിരുന്നു നമ്മുടേത്. ആ ഒരു സംസ്കാരത്തിൻ്റെ സമ്പത്താണ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നത്. ആ സംസ്കാര സമ്പത്തിനെയാണ് ആര് കൊള്ളയടിച്ചത്? രാവണൻ കൊള്ളയടിച്ചത്. അസുര സ്വഭാവങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇപ്പം നമുക്ക് വീണ്ടും ആ അസുര സ്വഭാവങ്ങളെ, രാവണനെ ജയിച്ച് നമുക്കെല്ലാ സീതമാർക്ക് രക്ഷപ്പെടണം. ഇവിടെ സീത എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവാണ്. പരമാത്മാവിൻ്റെ സീതമാരാണ് നമ്മൾ രാവണൻ്റെ പിടിയിൽപ്പെടുമ്പോൾ രാമൻ സ്വയം ഈശ്വരൻ തന്നെ വന്ന് നമ്മളെ സഹായിക്കുകയാണ്, നമ്മുടെ ഉള്ളിലെ ദൗർബല്യങ്ങളെ ജയിക്കാൻ, രാവണ സ്വഭാവങ്ങളുടെ മേലെ വിജയം നേടാൻ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ വർഷം യഥാർത്ഥ ദസ്ഹര, പത്തിനെ ഇല്ലാണ്ടാക്കുന്ന ദസറ ആഘോഷം നടത്താം. അങ്ങനെ ദസറ ആഘോഷിച്ചാൽ നമുക്കുള്ളുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ സന്തോഷപ്രദമായ ജീവിതം നമുക്ക് ഏവർക്കും ജീവിക്കാനായി അല്പസമയം നമുക്ക് ധ്യാനം ചെയ്യാം. ദസ്ഹര, പത്തിനെ ഇല്ലാതാക്കുന്ന, പത്തിൻ്റെ മേൽ വിജയം നേടുന്ന ആഘോഷം. കാമക്രോധ ലോഭമോഹാദി ദുർവികാരങ്ങളുടെ മേൽ, ഈ ദുർവികാരങ്ങളാകുന്ന തലകളുടെ മേൽ, രാവണത്തലകളുടെ മേൽ എനിക്ക് വിജയം നേടണം. കോലം പുറത്തല്ല കത്തിക്കേണ്ടതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കോലം തന്നെയാണ് തിരിഞ്ഞു നോക്കേണ്ടത്. എന്തെല്ലാം ദുർബലതകളാണ്, വീക്ക്നെസ്സുകളാണ് എൻ്റെ ഉള്ളിൽ രാവണ സ്വഭാവങ്ങൾ പോലെ ഇരിക്കുന്നത്. എന്നെ കോലം കെടുത്തിയ, എൻ്റെ ജീവിതത്തെ കോലം കെടുത്തിയ, ഞാൻ നിമിത്തം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കോലം കെട്ടതിൻ്റെ കാരണങ്ങൾ എൻ്റെ ഈ ദൗർബല്യങ്ങളാണെന്ന യാഥാർത്ഥ്യം വളരെ വൈകിയാണെങ്കിലും തിരിച്ചറിയുകയാണ് ഞാൻ. ഉപവാസവും വ്രതവും അനുഷ്ഠിക്കുന്ന ഈ നവരാത്രി വേളയിൽ ആത്മദർശനം നടത്തി ഞാൻ എന്നെ വിലയിരുത്തുകയാണ്. കണ്ണാടിയിൽ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും സമ്പൂർണമായും എൻ്റെ ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ജീവിതയാത്രയുടെ ചിത്രം നോക്കുകയാണ് ഞാൻ. ജനനം മുതലുള്ള ജീവിതയാത്രയിലേക്ക് ഒരെത്തിനോട്ടം. ജീവിതയാത്രയുടെ ഇന്നുവരെയുള്ള ഈ ഒഴുക്കിൽ ഞാൻ എന്നെ തിരിച്ചറിയുകയാണ്. എവിടെയൊക്കെ എന്തെല്ലാം അപാകതകളാണ്, അബദ്ധങ്ങളാണ് എന്നിൽ നിന്നുണ്ടായത്. ആത്മാർത്ഥമായി ഞാൻ എന്നെ വിലയിരുത്തുകയാണ്.
മനക്കരുത്തോടെ വിജയശ്രീ ലളിതനായി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക്, സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് തിരിച്ചു വരികയാണ്.